നമസ്കാരം. അടുത്ത 5 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ മുഴുവൻ യുവാക്കളും നൈപുണ്യം ലഭിച്ചവരായി മാറുമെന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. ഇത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിലെ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച കേരളത്തിലെ യുവാക്കളെ ഭാവിയിലേക്ക് സജ്ജമാക്കുന്ന നൈപുണ്യം എന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ സുരക്ഷ, സെമി കണ്ടക്ടർ മേഖലകളിൽ ടാലന്റ് ഹബ്ബായി തിരുവനന്തപുരം മാറുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അറിവിനോടൊപ്പം നൈപുണ്യ വൈദഗ്ധ്യവും നേടുന്നത് ഭാവിയിലെ അനന്ത സാധ്യതകൾക്കാണ് വഴി തുറക്കുന്നത്. നിലവിലെ കാലഘട്ടത്തിൽ പരിചയ സമ്പത്തിനൊപ്പം നൈപുണ്യവുമാണ് ഒരു വ്യക്തിയുടെ വിജയമന്ത്രം. പല മുൻനിര കമ്പനികളും ഡിജിറ്റൽ നൈപുണ്യമാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ചടങ്ങിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ പ്രൊഫഷണലുകൾക്കായുള്ള NSDCIയുടെ ജർമ്മൻ ഭാഷാ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ നിന്നുള്ള 28 ഉദ്യോഗാർത്ഥികളാണ് ഭാഷാ പരിശീലനം പൂർത്തിയാക്കി ജർമ്മനിയിൽ തൊഴിൽ നേടിയത്. ഇഗ്നോയുമായി സഹകരിച്ച് തിരുവനന്തപുരത്തെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രോഗ്രാമിന്റെ സമരാരംഭവും പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 4.0ന്റെ ഉദ്ഘാടനവും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അതേസമയം പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയം തിരുവനന്തപുരത്തെ മാറ്റിമറിക്കുമെന്നും BJP സ്ഥാനാർത്ഥി പറഞ്ഞു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച അമ്പെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരവും കരുത്തുറ്റതുമായ സമ്പദ് വ്യവസ്ഥയായി മാറ്റി. പ്രധാനമന്ത്രി മോദിജിയുടെ നേതൃത്വത്തിന് കീഴിലുണ്ടായ പുരോഗതി അനുഭവിക്കാൻ CPIMന്റെ സാന്നിധ്യം മൂലം കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം പിന്നാക്കം പോകാതിരിക്കാനും കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വികസനം ത്വരിതപ്പെടുത്താനും തിരുവനന്തപുരത്തെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോളജി, ടൂറിസം, ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനും നമുക്ക് കഠിനമായി പരിശ്രമിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സൈബർ സെക്യൂരിറ്റി, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ്, ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ യുവാക്കളായ മലയാളികൾ ഏറെ കഴിവാണ് പ്രകടിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഈ രംഗത്തെ പ്രമുഖ കമ്പനികൾ തിരുവനന്തപുരത്തെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വരും വർഷങ്ങളിൽ കേരളത്തിലെ 4 ലക്ഷത്തോളം യുവജനങ്ങൾ PMKVY 4.0 പദ്ധതിക്ക് കീഴിൽ വിവിധ തൊഴിലുകളിൽ പരിശീലനം നേടും. ഭാവിയിലെ വ്യവസായങ്ങൾക്ക് വേണ്ട വൈദഗ്ധ്യം നേടിയവരുടെ അവസരങ്ങൾ കൂടുതൽ വിപുലവുമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നന്ദി.